പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഴ്ചവട്ടം ഇന്ന് സംസാരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ മുൻനിർത്തി CPIM-ൽ നടക്കുന്ന ചർച്ചകൾ എന്ന വ്യാജേന മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തിഹത്യാപരമായ റിപ്പോർട്ടുകളെയും അതിന്റെ പിറകിലുള്ള വലതുപക്ഷ മാധ്യമ തന്ത്രത്തെയും സംബന്ധിച്ചാണ്. പരാജയത്തിന്റെ ഉത്തരവാദിത്വം 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണെന്നും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റമാണെന്നും പാർട്ടി കമ്മിറ്റി യോഗങ്ങളിലാകെ ചർച്ച നടക്കുകയാണെന്ന രീതിയിൽ ഓരോരുത്തരും തങ്ങളുടെ ഭാവനയനുസരിച്ച് വാർത്തകൾ പടച്ചുവിടുകയാണ്. ഇന്ത്യയിലെ തന്നെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രധാനിയായ സഖാവ് പിണറായി വിജയനെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്ന അജണ്ടയിലാണ് കളിക്കുന്നതെന്ന് നാം എല്ലാം തിരിച്ചറിയണം. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ 16 വർഷക്കാലം കേരളത്തിലെ CPIM-നെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിഭാഗീയതയുടെ കൊടുങ്കാറ്റിൽ നിന്നും സംരക്ഷിച്ചു നിർത്തിയ തൊഴിലാളി വർഗ നേതാവായിരുന്നു സഖാവ് പിണറായി വിജയൻ. എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത് സഖാവിനെതിരെ മാധ്യമ സിൻഡിക്കേറ്റ് ഉയർത്തിക്കൊണ്ടുവന്നത്. ലാവ്ലിൻ തൊട്ട് എന്തെല്ലാം നുണക്കഥകളാണ് മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. മാധ്യമ തന്ത്രങ്ങൾ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിൽ നിരാശയും നേതാക്കളിൽ അവിശ്വാസവും സൃഷ്ടിക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അജണ്ടയിൽ നിന്നുള്ളതാണെന്നും പാർട്ടിക്കകത്ത് നടക്കുന്ന ശരിയായ പരിശോധനകളെ സംബന്ധിച്ച ചർച്ചകളെ വഴിതെറ്റിക്കാനുള്ള ആസൂത്രിത ബുദ്ധിയിൽ നിന്നുള്ള വലതുപക്ഷ രാഷ്ട്രീയവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും ഉണ്ടായ തിരിച്ചടിക്കും പരാജയത്തിനും ആഭ്യന്തരവും ബാഹ്യവുമായ കാരണങ്ങളുണ്ട്. അതായത് നിയോ ലിബറിസത്തിനും വർഗീയതക്കുമെതിരെ നാം പടുത്തുയർത്തിയ ബദൽ നയങ്ങൾ റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസ, ആരോഗ്യ കച്ചവടക്കാരെയും എല്ലാവിധ വർഗീയ വലതുപക്ഷ ശക്തികളെയും അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം ചേർന്ന് മൂന്നാമതും ഭരണ തുടർച്ച ഉണ്ടാവുന്നത് തടയാൻ എല്ലാവിധത്തിലുമുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. ഇടത് സർക്കാരിനെയും അതിന് ഇച്ഛാശക്തിയോടെ നേതൃത്വം നൽകിയ പിണറായി വിജയനെയും അധിക്ഷേപിക്കുന്നതും ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കുന്നതുമായ പ്രചരണങ്ങളും PR വർക്കുകളും കോടികൾ ഒഴുക്കിക്കൊണ്ടാണ് നടത്തിയത്. ഇത് ജനങ്ങളിലാകെ ഉണ്ടാക്കിയ അവമതിപ്പിനെയും തെറ്റിദ്ധാരണകളെയും ശരിയായ രീതിയിൽ പ്രതിരോധിക്കുന്നതിന് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും കഴിഞ്ഞില്ലെന്നതാണ് പരാജയത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടെത്തിച്ചത്. വലതുപക്ഷ പ്രചരണത്തെ നേരിടുന്നതിലും തുറന്നുകാട്ടുന്നതിലും സംഭവിച്ച സംഘടനാപരവും രാഷ്ട്രീയവുമായ വീഴ്ചകളെ പരിശോധിക്കുകയും അതിലേക്ക് നയിച്ച നയപരമായ പ്രശ്നങ്ങളെ തിരുത്തുകയുമാണ് പാർട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ജാഗ്രത പുലർത്തുകയും വേണം. ബൂർഷ്വാ പാർട്ടികളിലേതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേത് വ്യക്തി കേന്ദ്രീകൃത രീതിയും ചർച്ചകളുമൊന്നുമല്ല. നിലനിൽക്കുന്നതും നടക്കുന്നതും ജനാധിപത്യ കേന്ദ്രീകരണ തത്വമനുസരിച്ചുള്ള തിരുത്തൽ പ്രക്രിയകളും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തമായ രീതിയിൽ പാർട്ടി സംഘടനയാകെ സജ്ജീകരിക്കലുമാണ്. ശരിയായ രാഷ്ട്രീയ സംഘടനാ രീതിയിലാണ് പാർട്ടി അതിന്റെ കുറവുകളും ദൗർബല്യങ്ങളും പരിഹരിക്കാനുള്ള പരിശോധന നടത്തുന്നത്. മാധ്യമങ്ങൾ പിണറായിക്കെതിരെ പാർട്ടിയിൽ ചർച്ച നടക്കുകയാണെന്ന് വരുത്തി തീർക്കാനും അത്തരമൊരു പ്രതീതി നിർമ്മിക്കാനുമുള്ള ആസൂത്രിത നീക്കങ്ങളാണ് നടത്തുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരോത്സുക ചരിത്രത്തോടൊപ്പം CPIM-ന്റെ അനിഷേധ്യ നേതാവും 10 വർഷക്കാലം സംസ്ഥാന മുഖ്യമന്ത്രിയുമായി പ്രവർത്തിച്ച സഖാവ് പിണറായിയുടെ ജീവിതം എന്നത് വരേണ്യ വ്യവസ്ഥയുടെ നിരന്തരമായ കടന്നാക്രമണങ്ങൾക്കിരയായതിൻ്റെയും അതിനെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം നൽകിയ ഉൾക്കരുത്തുകൊണ്ട് അതിജീവിച്ചതിൻ്റെതുമാണ്. ചെത്തുകാരൻ കോരന്റെ മകനെ അംഗീകരിക്കാനാവാത്ത ഫ്യൂഡൽ വരേണ്യതയും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നിരന്തരം ആ മനുഷ്യനെ ആക്രമിച്ചു, അപവാദ കഥകൾ പ്രചരിപ്പിച്ചു, വ്യക്തിപരമായി അധിക്ഷേപിച്ച് തകർത്തു കളയാനുള്ള 18 അടവുകളും പയറ്റി നോക്കിയിട്ടുണ്ട്. ഒന്നിനും തകർക്കാനാവാത്ത ഇച്ഛാശക്തിയോടെ ദുരിതകാലങ്ങളിൽ മനുഷ്യരെ ചേർത്ത് പിടിച്ച് പ്രളയവും മഹാമാരിയും സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ അസാമാന്യമായ കരുത്തോടെയും ആസൂത്രണ വൈഭവത്തോടെയും ആ മനുഷ്യൻ തൻ്റെ ജനതയെ അതിജീവനത്തിൻ്റെ വഴികളിലേക്ക് നയിച്ചു. അദ്ദേഹം ജനമനസ്സുകളിൽ ക്യാപ്റ്റനായി ഇടം പിടിച്ചു. കാറ്റിലും കോളിലും പെട്ട് തകർന്നു പോകാതെ തൻ്റെ കപ്പലിനെ നിയന്ത്രിച്ച് പിടിച്ചു നിന്നു. പ്രസ്ഥാനത്തെയും ജനങ്ങളെയും നയിച്ചു. പ്രമുഖ മാർക്സിസ്റ്റ് ചിന്തകനായ ഗ്രാംഷി പറയുന്നത്, ജനങ്ങളുടെ നേതാക്കൾ കപ്പൽ ഛേദം സംഭവിക്കുമ്പോഴും തൻ്റെ കപ്പലിലെ മുഴുവൻ പേരെയും
രക്ഷപ്പെടുത്താനായി അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ക്യാപ്റ്റനെ പോലെയാവണമെന്നാണ്. തന്റെ ജനതയും പാർട്ടിയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നാളുകളിൽ ഒരു നല്ല കപ്പിത്താനെ പോലെ ജനങ്ങളെയും പാർട്ടിയെയും രക്ഷിക്കാനായി ഇച്ഛാശക്തിയോടെ പണിയെടുത്ത നേതാവും ഭരണാധികാരിയുമാണ് സഖാവ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥയുടെ കാളരാത്രി ദിനങ്ങളിൽ MLA ആയിട്ടും കരുണാകരന്റെ വേട്ടപ്പട്ടികൾ പിണറായി വിജയനെ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലിട്ട് മൃഗീയമായി മർദ്ദനങ്ങൾക്കിരയാക്കി, മിസ തടവുകാരനാക്കി, ജയിലിലിട്ടു. ത്യാഗപൂർണമായ ആ രാഷ്ട്രീയ ജീവിതത്തെ അവമതിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ഒരു ചരിത്ര കാലഘട്ടത്തെ തന്നെയാണ് അവമതിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിനും RSS ഫാസിസത്തിനുമെതിരെ പൊരുതി നിന്ന ചരിത്രമാണ് സഖാവ് പിണറായിയുടേത്. RSS തലക്ക് വില പറഞ്ഞ ഒരൊറ്റ നേതാവേ ഇന്ത്യയിലുള്ളൂ, അത് സഖാവ് പിണറായി വിജയനാണ്. ചരിത്രത്തിൽ ഏതൊരു ജനതയുടെയും പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പിന്നിൽ അവരെ നയിക്കുന്ന വ്യക്തികൾക്കും അവരുടേതായി പങ്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടികളുടെ മുഴുവൻ കാരണവും പിണറായി വിജയനിൽ ആരോപിച്ച് CPIM-നെ തകർക്കാനുള്ള മാധ്യമ അജണ്ടകളെയും പാർട്ടി നടത്തേണ്ട വസ്തുനിഷ്ഠമായ പരിശോധനകളെ വഴിതെറ്റിക്കാനുള്ള വലതുപക്ഷ തന്ത്രത്തെയും വളരെ കരുതലോടെ തന്നെ സമീപിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ വർത്തമാനത്തിലും ഭാവിയിലും താല്പര്യമുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്.